കവിയൂരിൽ മദ്യലഹരിയിൽ അമ്മയ്ക്ക് മകന്റെ ക്രൂരമർദ്ദനം എന്ന വാർത്ത വരുന്നുണ്ട്. 75 വയസ്സുള്ള സരോജിനിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മകൻ സന്തോഷിനെ പോലീസ് പിടികൂടി. എ വി ജയശങ്കർ വിവരങ്ങൾ. ജയശങ്കർ, നേരത്തെയൊക്കെ നമുക്ക് ഇത്തരം വാർത്തകൾക്ക് വലിയ ഞെട്ടലുണ്ടാവുമായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ഞെട്ടലോ വലിയൊരു മരവിപ്പൊന്നും ഉണ്ടാവുന്നില്ല. കാര്യം എന്തൊരു മകനാണ് ജയശങ്കർ. അത് 75 വയസ്സുള്ള ഒരു അമ്മയോടാണ് ഈ മകന്റെ ഈ ക്രൂരത. ഇത് ഇയാളെ പിടിച്ചോ? ഇയാളൊരു ഒരു കൊടും ക്രൂരനാണല്ലോ. അപ്പോൾ ഇയാളെ പോലീസ് പിടിച്ചോ ജയശങ്കർ? കേസൊക്കെ എടുക്കേണ്ടതാണല്ലോ. അപ്പോൾ ഒരമ്മയെ ഈ മട്ടിൽ ആക്രമിക്കുന്ന ഈ മകനെ നോക്കൂ, കാണാൻ കഴിയുന്നില്ല ആ ദൃശ്യങ്ങൾ. ജയശങ്കർ പറയൂ. ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. എന്തായാലും വിഷയത്തിൽ പോലീസ് നടപടി എടുത്തിട്ടുണ്ട്. നമ്മളെ പോറ്റു വളർത്തിയ അമ്മയെ പരിപാലിക്കുകയാണ് വേണ്ടത്. ആ പരിപാലിക്കുന്നതിന് പകരം ഈ മകൻ മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ്. കർശന നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആഷ്മി, ഈ ദൃശ്യങ്ങൾ പകർത്തിയതാരാണ് ജയശങ്കർ? ഇതെന്തൊരു മർദ്ദനമാണ്! ഈ പാവ അമ്മ ഇയാളുടെ ഈ മർദ്ദനത്തിൽ മരിച്ചു പോകാതിരുന്നത് ഭാഗ്യം. അതെ ആശ്മി, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വലിയധികം ഞെട്ടിക്കുന്നതാണ്. ഇത് കേരളം അങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. കാരണം പണ്ടൊക്കെ ഇത്തരം മർദ്ദന വാർത്തകൾ അപൂർവമായി വരാറുള്ളൂ. പക്ഷേ നിരന്തരമായി ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം മാതാവിനെ മകൻ മർദ്ദിക്കുന്നു, മാതാവിനെ വെട്ടിക്കൊല്ലുന്നു, അത്തരം വാർത്തകൾ നിരന്തരമായി വരുന്നു. ഈ വിഷയത്തിലൊരു സാമൂഹ്യ ഇടപെടൽ കൂടി ആവശ്യമാണ്. ഈ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. മദ്യലഹരിയിലായിരുന്നു ഇത്തരത്തിൽ മാതാവിനെ തന്നെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആരാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്? ആരാണ് ജയശങ്കർ? ഈ അടുത്തുള്ള വീട്ടുകാർ പറയുന്നത് എന്താണ്? ഇയാളുടെ സ്ഥിരം പണിയാണോ ഇത്? ജയശങ്കർ ശബരിമലയിൽ നിൽക്കുകയാണ്. അവിടുത്തെ ശബ്ദം കാരണം ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാവില്ല. ഇതാരാണ് പകർത്തിയത്? ഈ വീട്ടിൽ മറ്റാളുകൾ ഉണ്ടായിരുന്നില്ലേ? നാട്ടുകാരതിൽ നേരത്തെ എന്തെങ്കിലും ഇടപെടൽ? ജയശങ്കർ കേൾക്കാമെങ്കിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ആരാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അത് മാത്രമല്ല, ഇയാളുടെ സ്ഥിരമായി ഇയാൾ ഇത് മർദ്ദിക്കുന്നതാണോ? അയൽവാസികൾക്ക് ഈ അമ്മയുടെ കരച്ചിൽ കേൾക്കുന്നില്ലേ? ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ലേ? തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ ജയശങ്കർ? അതായത് ആശ്മി, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇങ്ങനെ ഇയാൾ മാതാവിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. അജിത്ത് എന്ന സന്തോഷാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പും ഈ മാതാവും മകനും തമ്മിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുത്തത്. ഈ സന്തോഷിനെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി തന്നെ കേസ് എടുക്കുമെന്നാണ് പോലീസ് എന്തായാലും പറയുന്നത്. ആശ്മി, നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത അത്ര ക്രൂരമായ ദൃശ്യങ്ങളാണ് ഈ മകന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നാണ് എന്തായാലും നമുക്ക് പറയാനുള്ളത്. മദ്യലഹരിയിലാണ്, ലഹരിയുടെ അടിമപ്പെട്ടാണ് ഒരു സ്വന്തം മാതാവിനെ 3 നേരം ഭക്ഷണം തരുന്ന സ്വന്തം മാതാവിനെ ഇങ്ങനെ ക്രൂരമായി ഇതാവുന്നത്. തിരുവല്ല പോലീസ് എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇയാൾ കസ്റ്റഡിയിലാണ്. വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ആദ്യമായാണ് ഇത്തരം മർദ്ദന വീഡിയോ ഉൾപ്പെടെ പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചതിന് പിന്നാലെയാണ് പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ട് സന്തോഷിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ കടന്നിരിക്കുന്നത്. ഈ മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെയൊക്കെ വലിയ ക്യാമ്പയിൻ ആവശ്യമാണ്. ഈ സമൂഹം ഇതിനെ എതിർക്കണമെന്ന് പറയുമ്പോഴും നിരന്തരമായി ഈ അമ്മയ്ക്കെതിരെ പോലും മകൻ തിരിയുന്ന അത്തരം ഗൗരവമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടെന്ന് അടയാളപ്പെടുത്തുകയാണ് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും വരുന്ന ഇത്തരം വാർത്തകൾ. ആശ്മി, ബീന പ്രേക്ഷക പറയുന്നുണ്ട്, കണ്ടിട്ട് അയാൾ അമ്മയെ കൊല്ലാൻ നോക്കുന്നത് പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ദുഷ്ടനാണ്. അത് കൊല്ലാൻ നോക്കുന്നവരെ എന്ന് തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. അയാൾക്ക് നല്ല പേശീബലവും നല്ല കരുത്തൊക്കെ ഉള്ള ഒരു മകനാണ്. പക്ഷെ പേശീബലവും കരുത്തും തീർക്കുന്നത് പേശീബലവും കരുത്തും തീർക്കുന്നത് സ്വന്തം എന്ത് മദ്യലഹരിയിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു അമ്മ ഇടിക്കണം. അയാളുടെ ഉള്ളിലുള്ള മൃഗം, ഹിംസ, ഈ ദുഷ്ടൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ദുഷ്ടനാണെന്ന് നമ്മൾ വെറുതെ കളിതമാശന് ചോദിക്കുന്ന വാക്കായി മാറി. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. ഇത് ദുഷ്ടൻ എന്നൊക്കെയുള്ള വാക്കിന്റെ അർത്ഥമാകെ മാറ്റി നമ്മൾ സംസാരിക്കണം. അപ്പോൾ എന്തായാലും അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. അയാളുടെ പേശീബലം അയാൾ ഉപയോഗിച്ച് അമ്മയെ ഉപദ്രവിക്കാനാണെങ്കിൽ പോലീസുകാർക്ക് പേശീബലം ഉണ്ടോ ഇടപെട്ടെന്ന് ആഗ്രഹിക്കാണോ? ചവിട്ടിക്കൊന്നു, കഴുത്തറുത്ത്, എത്ര വാർത്ത വരുന്നു. ഇത് കഴിഞ്ഞ രാത്രിയിലായിരുന്നു. അതിന് പിന്നാലെ ഇത്തരം വാർത്തകൾ, ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ ഇത് കാണാൻ അസ്വസ്ഥമാക്കുന്നതാണ്. നമ്മൾ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്ന മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണിത്. ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയാതിരിക്കട്ടെ എന്ന് വെച്ചാൽ ഇത്തരം വാർത്തകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാം.